അമ്മയുടെ അനുഗ്രഹം നന്നായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒരു വീട് വയ്ക്കുന്ന സമയത്താണ് സത്യം പറഞ്ഞാൽ ഞാൻ അമ്മയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വിളിച്ചത്. ഇവിടുത്തെ ധ്യാനം എന്ന് പറഞ്ഞാൽ ദുർഗയായിട്ടാണ്, ചോറ്റാനിക്കര അമ്മയായിട്ടാണ് ഇവിടെ. അത് ശരിക്കും തന്നെ ഭരിച്ച് ഒരുപാടൊന്നും വൈകിയില്ല. എൻ്റെ വീടിൻ്റെ പണി തുടങ്ങി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രേവതി. ആരാധനാലയങ്ങളിലൂടെയുള്ള ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് തൃപ്പൂണിത്തുറയിലുള്ള പാവംകുളങ്ങര ക്ഷേത്രത്തിലാണ്. അപ്പോൾ ക്ഷേത്രത്തിലെ വിശേഷങ്ങളെല്ലാം നമുക്ക് കാണാം. തൃപ്പൂണിത്തുറയിലെ തെക്കും ഭാഗത്ത് ഒരു കുളത്തിൻ്റെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് പാവംകുളങ്ങര ക്ഷേത്രം. ഇതിൻ്റെ ഐതിഹ്യം നോക്കുകയാണെങ്കിൽ ആദ്യം ഈ കുളമാണ് ഉണ്ടായതെന്നും അതിനോടടുത്തുള്ള കാവ് പിന്നീട് ക്ഷേത്രമായി മാറിയതാണെന്നും പറയപ്പെടുന്നു. എന്നാൽ ഇതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായ അറിവോ ചരിത്രമോ ആർക്കും അറിയില്ല. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ദുർഗാദേവിയാണ്. ഇവിടുത്തെ ദുർഗാദേവി ചോറ്റാനിക്കര അമ്മയായാണ് കണക്കാക്കപ്പെടുന്നത്. ഇവിടുത്തെ ഭക്തരും നാട്ടുകാരുമെല്ലാം ചോറ്റാനിക്കര അമ്മയായാണ് ഇവിടുത്തെ ദേവിയെ ആരാധിച്ചു പോരുന്നത്. അതുകൊണ്ട് തന്നെ ചോറ്റാനിക്കര മകവും ഇവിടുത്തെ വിശേഷ ദിവസമാണ്. ക്ഷേത്രത്തിലെ അമ്മയുടെ ഏറ്റവും വലിയ ഒരു ഭക്തയാണ് നമ്മുടെ കൂടെ ഉള്ളത്. എൻ്റെ പേര് ലളിത. വീട്ടിലിരുന്ന് വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മയാണ് നമ്മുടെ പാവംകുളങ്ങര അമ്മ. അതിൻ്റെ നല്ലൊരു അനുഭവം എനിക്ക് ഉണ്ട്. കാരണം ഹസ്ബൻഡില്ല, ചെറുപ്പത്തിലേ തന്നെ മരിച്ചുപോയി. 3 കുട്ടികളുണ്ട്. ആ കുട്ടികളെ വളർത്തുന്ന ഒരു സന്ദർഭത്തിലൊക്കെ അമ്മയുടെ അനുഗ്രഹം നന്നായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒരു വീട് വയ്ക്കുന്ന സമയത്താണ് സത്യം പറഞ്ഞാൽ ഞാൻ അമ്മയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വിളിച്ചെടുത്തുന്നത്. നന്നായിട്ട് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. വീട് വയ്ക്കുന്ന കാര്യത്തിൽ വേണ്ടി തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പം ആ തടസ്സങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി ഒരു ജ്യോത്സ്യനൊരു കാര്യം പറഞ്ഞു. പക്ഷെ ആ കാര്യം കൊണ്ട് ജ്യോത്സ്യൻ്റെ അടുത്ത് പോയപ്പം ആ ജ്യോത്സ്യൻ അവിടെ ഇല്ല. ഞാൻ ആ സംഗതി തിരിച്ച് എവിടെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാതെ അമ്മയുടെ നടയിൽ വന്ന് നിന്ന് പ്രാർത്ഥിച്ച്, എനിക്ക് വേറെ ആരും തുണയില്ല, നീ ശരണം, എന്താ എനിക്ക് ചെയ്യേണ്ടതെന്നറിയില്ല, ഞാൻ നിൻ്റെ കാൽക്കൽ വയ്ക്കുകയാണ്, ഈ കൊണ്ടുപോയ സംഗതി എന്താണെന്ന് പറയുന്നില്ല, അതുകൊണ്ടൊന്ന് നിൻ്റെ കാൽക്കൽ അമ്മയുടെ കാൽക്കൽ വയ്ക്കുകയാണെന്ന് പറഞ്ഞ് നടയിൽ ഇവിടെ വെച്ചു പ്രാർത്ഥിച്ച്. എനിക്കറിയില്ല, എനിക്ക് പിച്ച വെച്ച് നടക്കാൻ എനിക്കറിയില്ല. അമ്മ കൈപിടിച്ച് എന്നെ നടത്തണം. അത് ശരിക്കും തന്നെ ഭരിച്ച് ഒരുപാടൊന്നും വൈകിയില്ല. എൻ്റെ വീടിൻ്റെ പണി തുടങ്ങി. എങ്ങനെ എന്താണെന്നൊന്നും ശരിക്കും പറയാൻ പറ്റില്ല. അത് അനുഭവിച്ചറിയുന്നവർക്കേ അറിയുള്ളൂ. ഒരു തടസ്സവും ഇല്ലാതെ എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നടക്കാൻ പറ്റി. ഇതിനപ്പുറം മക്കൾ വളർന്നു വലുതായി എല്ലാം നല്ല രീതിക്ക് ജീവിക്കുന്നു. ഇവിടെ ഉള്ളത് ദുർഗയും ഭദ്രയും ഉള്ള ഒരു സങ്കല്പമാണ്. പക്ഷെ രണ്ടും ഒരേ വിഗ്രഹത്തിൽ തന്നെ കുടികൊള്ളുന്നു എന്നുള്ള സങ്കല്പത്തിലാണ് ഇവിടെ പൂജ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ തിരുമേനി നീലകണ്ഠൻ നമ്പൂതിരി കൂടെയുണ്ട്. ഈ ഒരു ക്ഷേത്രം അതിപുരാതനമായ ഒരു ക്ഷേത്രമാണല്ലോ. ഏകദേശം എത്ര കൊല്ലം പഴക്കമുണ്ടാവും? ഏകദേശം കേട്ടറിവ് അനുസരിച്ച് 400 വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. തൃപ്പൂണിത്തുറ മനവക അമ്പലമാണ്. ഇവിടുത്തെ ധ്യാനം എന്ന് പറഞ്ഞാൽ ദുർഗയായിട്ടാണ്, ചോറ്റാനിക്കര അമ്മയായിട്ടാണ് ഇവിടെ. ചോറ്റാനിക്കര അമ്മ തന്നെയാണ്. ചോറ്റാനിക്കര അതേ പൂജ തന്നെയാണ് ഇവിടെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ വിശേഷമായിട്ടുള്ളത് ചോറ്റാനിക്കര മകം തൊഴിലുണ്ട് ഇവിടെ. എല്ലാം നല്ല ഭംഗിയായിട്ട് ചോറ്റാനിക്കര മകം സെയിം അതേപോലത്തെ സമയത്ത് തന്നെയാണ് ഇവിടെ ഈ ചോറ്റാനിക്കര സാധിക്കാത്തവർക്ക് ഇവിടെ വന്ന് തൊഴാം. ഇവിടുത്തെ ദുർഗാദേവി അമ്മ ചോറ്റാനിക്കര അമ്മ തന്നെയാണെന്നാണ് ഇവിടുത്തെ ഭക്തരുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ചോറ്റാനിക്കര മകംതുഴൽ അതുപോലുള്ള ചോറ്റാനിക്കര അമ്പലത്തിലെ വിശേഷ ദിവസങ്ങളെല്ലാം ഇവിടുത്തെയും പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങളാണ്. ചോറ്റാനിക്കര അമ്മയെ കാണാൻ ചോറ്റാനിക്കരയിൽ പോകാൻ കഴിയാത്ത ഭക്തർക്കൊക്കെയും ഈ ഒരു പാവംകുളങ്ങര ക്ഷേത്രത്തിൽ വരാവുന്നതാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും തന്നമ്മ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ദൈവമാണ് നമുക്ക് ഏറ്റവും വലിയ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്നാണ്, ഒരു പുൽക്കൊടി ചരിക്കണമെങ്കിൽ അത് ദൈവത്തിന്റെ അനുഗ്രഹം വേണം. എപ്പോൾ വിളിച്ചാലും ഏതൊരു അവസരത്തിനും നമ്മൾ സങ്കടപ്പെട്ട് അമ്മയെ വിളിച്ചിട്ട് ഇറങ്ങിയാൽ അമ്മ അനുഗ്രഹം വാരിക്കോരി തരും എന്ന് തന്നെയാണ്. ആത്മാർത്ഥമായിട്ട് എന്നെ വിളിക്കണം. വീട്ടിലിരുന്ന് വിളിച്ചാൽ മതി അമ്മ വിളി കേൾക്കും. ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും പാവംകുളങ്ങര അമ്മയുടെ അടുത്ത് വന്ന് മനമൊരുക്കി പ്രാർത്ഥിച്ചാൽ അതെല്ലാം ദേവി നടത്തിത്തരും എന്നാണ് ഇവിടുത്തെ ഭക്തരുടെ വിശ്വാസം. ഞങ്ങളൊരു ശിങ്കാരിമേളം ട്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു.
അതിനും അമ്മയുടെ അനുഗ്രഹം. നല്ല പരിപാടി കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക്. അമ്മ എത്രയെങ്കിലും വിഷമിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ അമ്മ, എന്താ എങ്ങനെയെന്ന് പറഞ്ഞ് ഇവിടെ ഒന്ന് തൊഴുതാൽ മതി. ഒരു 2 ദിവസത്തിനുള്ളിൽ പരിപാടി കിട്ടിയിരിക്കും, കോളുണ്ടാവും. അത് നല്ലൊരു കോളായിരിക്കും വരുന്നത്. ക്ഷേത്രങ്ങളുടെ പഴമ കാത്തു സൂക്ഷിക്കുന്ന അപൂർവം ചില ക്ഷേത്രങ്ങളിലൊന്നായ പാവങ്കുളങ്ങര ക്ഷേത്രം അതിപുരാതനവും അതിലേറെ ഒരുപാട് അനുഭവങ്ങളും ചരിത്രവും ഒക്കെ ഉറങ്ങിക്കിടക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഇവിടെ ഞാൻ നേരിട്ട് കണ്ട ഒരു അനുഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഇല്ലാത്ത ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ മകൾക്ക് തീരാ അസുഖം ഉണ്ടായിരുന്നു. അദ്ദേഹം ധാരാളം ആശുപത്രികളിൽ ചികിത്സിച്ചതിന് ശേഷം ആരോ പറഞ്ഞറിഞ്ഞ് ഈ ക്ഷേത്രത്തിൽ എത്തുകയും ഈ ക്ഷേത്രത്തിൽ അവർ നിർദ്ദേശ പൂജകൾക്ക് ശേഷം ആ കുട്ടി വളരെയധികം റിക്കവർ ആവുകയും ആ രോഗത്തിൽ നിന്ന് മോചിതയാവുകയും ചെയ്തു. ദൈവനെ വിളിച്ചാൽ മതി, മനസ്സ് പ്രാർത്ഥനയാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞത്. പ്രാർത്ഥിച്ചാൽ മതി, ഇവിടെ വന്ന് മനസ്സുരുകി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, പരിപാടി വന്നിരിക്കും. അനുഗ്രഹമാണ് അത്, അനുഭവമാണ് കേട്ടോ പറയണ, അല്ലാതെ നുണ പറയണല്ല, അനുഭവം. ദേവിയുടെ ഏറ്റവും വലിയ ഭക്തിയായിട്ടുള്ള പത്മാവതി അമ്മയാണ് നമ്മോടൊപ്പം ഉള്ളത്. അപ്പം അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നിന്ന് ഉള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ തറവാട് ഇത്തിരി പ്രശ്നത്തിൽ കിടക്കുകയാണ്. അതിൻ്റെ ഒന്ന് ശരിയായ കിട്ടിയപ്പോൾ അവർ പറഞ്ഞു എന്നോട് 12 തവണ ദേവി അമ്പലത്തിൽ നന്ദ്യാർ വെട്ടപ്പൂ വെള്ളപ്പൂ, അങ്ങനെ 12 തവണ ഞാൻ നന്ദ്യാർ വെട്ടപ്പൂ കൊണ്ടുവന്ന് ബുധനാഴ്ച ദിവസം കൊടുത്തു പുഷ്പാഞ്ജലിയും കഴിപ്പിച്ച് പോയി. 12ാമത് തവണ എൻ്റെ മോൻ ഇവിടെ വീട് സ്ഥലം വാങ്ങിച്ച്. അപ്പൊ ജീവിതത്തിലെ വലിയൊരു അനുഭവം തന്നെ നടന്നത്. ദേവി അനുഗ്രഹിച്ചു. വൃശ്ചിക മാസത്തിലെ അശ്വതി ഭരണി കാർത്തിക നാളുകളിലാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത്. തൃക്കാർത്തികയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷ ദിവസം. കൂടാതെ നവരാത്രിയും പ്രതിഷ്ഠാദിനമായ ഉത്രവുമെല്ലാം ഇവിടുത്തെ വിശേഷ ദിവസങ്ങളായി കണക്കാക്കപ്പെടുന്നു. ശിവഭഗവാൻ, അയ്യപ്പ ഭഗവാൻ, ഗണപതി, അതുപോലെ നാഗദൈവങ്ങൾ, ഇവയൊക്കെയാണ് ഇവിടുത്തെ ഉപപ്രതിഷ്ഠകൾ. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും വന്നിരിക്കേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ് തൃപ്പൂണിത്തുറയിലുള്ള പാവങ്കുളങ്ങര ക്ഷേത്രം. ഈ ഒരു ക്ഷേത്രം ഇപ്പോൾ പുനരുദ്ധാരണത്തിൻ്റെ ആരംഭഘട്ടത്തിലാണ്. നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്നതും സമാധാനപൂർണവുമാക്കുന്നതുമായ ഒരു അന്തരീക്ഷമാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റേത്. അതുപോലെ തന്നെ പഴമയെ വിളിച്ചോതുന്ന, ഓർമ്മപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഓരോ ഭാഗത്തും കാണാൻ സാധിക്കുന്നത്. ഇന്ന് നമ്മളുണ്ടായിരുന്നത് പാവങ്കുളങ്ങര ക്ഷേത്രത്തിലാണ്. അപ്പം എല്ലാവർക്കും ദുർഗാദേവിയുടെ അനുഗ്രഹം വേണ്ടുവോളം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആരാധനാലയങ്ങളിലൂടെയുള്ള യാത്രയുടെ പുതിയൊരു അധ്യായവുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.